നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ഗോവർദ്ധനൻ ബാലേന്ദ്രനോട് ചോദിച്ചു, അല്ല അലീന ഇവിടുന്ന് പോകുമ്പോ ബാലേട്ടന് സങ്കടം ആവില്ലോ എന്ന് ചോദിച്ചു. അതെന്ത് ചോദ്യമാണോ? സങ്കടം ആവില്ലേന്ന് ചോദിച്ചാൽ സങ്കടം ആവും. കാരണം ഈ കുടുംബത്തെ ഇപ്പൊ താങ്ങി നിർത്തിക്കൊണ്ട് പോകുന്ന അവളല്ലായിരുന്നോ? ഒരു പക്ഷെ ഞാൻ വീണു പോകുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പം എന്നെ താങ്ങി പിടിച്ച അവളാണ്. പിന്നെ എൻ്റെ കുട്ടികളെ ചേർത്ത് പിടിച്ച അവളാണ്. അപ്പം അവൾ ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സങ്കടം മാത്രമല്ല, എനിക്കൊരു നഷ്ടം കൂടെ സംഭവിക്കാൻ പോന്നേ. പക്ഷെ എനിക്ക് അവളെ അങ്ങനെ തെരുവിലേക്ക് ഇറക്കി വിടാൻ പറ്റില്ല. അവൾക്ക് അവളുടേതായ എവിടെയെങ്കിലും നല്ല സേഫ് ആയിട്ടൊരു സ്ഥലത്ത് അവളെ എത്തിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യാത്ര പോകുന്നത്. അവളെനിക്ക് അത്ര പ്രിയപ്പെട്ടാന്ന് തനിക്കറിയാലോ. അതുകൊണ്ട് അവൾക്കൊരു പോറൽ പോലും സംഭവിക്കാത്തൊരു സ്ഥലത്ത് വേണം അവളെ എത്തിക്കാനായിട്ട്. അപ്പോഴേക്കും ഗോവർദ്ധനം പറഞ്ഞു, എങ്കിൽ ശരി ബാലേട്ടാ, ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞു. അതെ, നാളെ വരുമ്പോൾ 2-3 ദിവസത്തുള്ള ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരണം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ യാത്രയെക്കുറിച്ച് തൽക്കാലത്തേക്ക് താൻ ആരോടും പറയാനൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഗോവർദ്ധനൻ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും ചായയൊക്കെ ആയിട്ട് അലീന നിൽക്കുന്നുണ്ട്. അലീന ചോദിച്ചു, എന്തായിരുന്നു അച്ഛനുമായിട്ടൊരു സംസാരം? അതെ, ഒരു യാത്രയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. യാത്രയെക്കുറിച്ചോ? അതെ, ഒരു യാത്ര പോകുന്നതിനെക്കുറിച്ചോ. അല്ല എങ്ങോട്ടാ? അതൊന്നും എനിക്കറിയില്ല. ഓ, സീക്രട്ട് ആയിരിക്കുമല്ലേ? ആരോടും പറയില്ലെന്ന് പറഞ്ഞു കാണുമായിരിക്കും. അപ്പോഴേക്കും ഗോവർദ്ധനൻ പറഞ്ഞു, സീക്രട്ടോ? എന്ത് സീക്രട്ട്? സീക്രട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നേ ദേ അലീനയല്ലേ? ഞാനോ? പിന്നെ അലീനയല്ലേ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് ചോദിച്ചു. പിന്നെ ഞാനൊന്നും അല്ല, അങ്കിളല്ലേ എന്ന് ചോദിച്ചു. അപ്പം അങ്കിളിനോടല്ലേ കാര്യങ്ങളൊക്കെ പറയുന്നേ? ഗോവർദ്ധനൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല, എനിക്ക് ഈ യാത്രയെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. എങ്കിലും എനിക്കറിയാമെന്ന് അലീന പറഞ്ഞു. മിക്കവാറും എനിക്ക് വേണ്ടിയിട്ടായിരിക്കും അച്ഛനെ ഈ യാത്ര പോകുന്നതെന്ന് പറഞ്ഞു. അതൊന്നും എനിക്കറിയില്ല എന്ന് ഗോവർദ്ധനൻ പറഞ്ഞു. എങ്കിൽ ശരി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഗോവർദ്ധനൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അലീന ഇങ്ങനെ ആലോചിക്കുകയാണ്. അലീനയ്ക്ക് മനസ്സിലായി തനിക്ക് വേണ്ടിയിട്ടായിരിക്കും അച്ഛനെ ഈ യാത്ര പോകുന്നതെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ അലീന കഴുകാനുള്ള ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോൾ മനുശങ്കറ. മനുവേട്ടാന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അല്ല, നീ തിരക്കിലാണോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ ഇപ്പം ഞാൻ എന്താ മറുപടി പറയേണ്ടതെന്ന് ചോദിച്ചു. അല്ല, തിരക്കിലാണോ അല്ലയോ അതെനിക്ക് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അല്ല മനുവേട്ടൻ, ഞാൻ തിരക്കിലാണോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണോ എന്ന് ചോദിച്ചു. അതല്ല, എന്നോട് സംസാരിക്കാൻ അല്പം സമയം ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാൻ തിരക്കിലായിരുന്നു, പക്ഷെ മനുവേട്ടന് വേണ്ടിയിട്ട് അല്പസമയം ഞാൻ മാറ്റി വെച്ചിരിക്കുന്നു. ഇനി പറഞ്ഞു, എന്താ കാര്യം? അതെ, ബബിതി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടോ? അവള് ഇന്നലെ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. നീ ബാലേന്ദ്രൻ അങ്കിളിൻ്റെ മകളല്ല എന്ന് പറഞ്ഞതും പിന്നെ അവിടുന്ന് പോകുകയെന്ന് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ട് അവൾ എന്നോടൊരു കാര്യം പറഞ്ഞു, നിന്നെ അവിടെ എങ്ങനെയും പിടിച്ചു നിർത്തണമെന്ന്. നിന്നെ പോകാൻ സമ്മതിക്കില്ല, മനുവേട്ടനൊന്ന് റെക്കമെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ഇതിനെക്കുറിച്ച് ഒരു റൗണ്ട് സംസാരം കഴിഞ്ഞുള്ളൂ. അച്ഛനോട് പോയി അവൾ പറയുകയൊക്കെ ചെയ്തു, ചോദിക്കുകയൊക്കെ ചെയ്തു. അല്ല, നീ എന്തിനാ അവളോട്? അങ്കിള് നിന്റെ അച്ഛനല്ലെന്ന് പറഞ്ഞേ. അത് ഞാൻ അവളോടല്ല മനുവേട്ട പറഞ്ഞേ, രോഹിത്തിനോടാ പറഞ്ഞത്. പിന്നെ രോഹിത്ത് അവളോട് പറഞ്ഞേ. ഒരു കണക്കിന് പറഞ്ഞത് നന്നായി, എപ്പോഴാണെങ്കിലും അവരറിയേണ്ടതായ കാര്യങ്ങളല്ലേ എന്ന് ചോദിച്ചു. അല്ല, നീ പോവാൻ തന്നെ തീരുമാനിച്ചോ? അതിനി ഒരു മാറ്റമില്ല മനുവേട്ട, ഞാൻ പോകുമെന്ന് പറഞ്ഞു. പിന്നെ മനുവേട്ടനൊരു ഹെൽപ്പ് ചെയ്യണം, എവിടെയും നല്ലൊരു ജോലി വാങ്ങി തരാനായിട്ട്. പിന്നെ മാമച്ചനങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെയൊരു ജോലിയുടെ കാര്യത്തെക്കുറിച്ച്. അത് കേട്ടപ്പോൾ മനു പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ ബാബിത എന്നോട് ഈ കാര്യം പറഞ്ഞു. അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നീ അവിടെ നിന്ന് പോകുകയെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേ. അത് സാരമില്ല മനുവേട്ട, അതിനെക്കുറിച്ച് ഓർത്ത് ഇനിയിപ്പോൾ ആരും ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. ഞാൻ ഇവിടുന്ന് പോയെങ്കിലല്ലേ മാഡം ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂ. പിന്നെ ഞാനായിട്ട് ഇവിടെ നിന്നിട്ട് കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മനു പറഞ്ഞു, ശരി, ഇനിയിപ്പോൾ ആ കാര്യം അത് അങ്ങനെ നടക്കട്ടെ. പിന്നെ എനിക്ക് നിന്നോട് 1-2 കാര്യങ്ങളും കൂടി പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, തന്നിരിക്കുന്ന സമയം കഴിഞ്ഞു കേട്ടോ, എനിക്ക് കുറേ ജോലി ഉണ്ടെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യ, നീ ഫോണുമായിട്ട് അങ്ങോട്ട് പൊയ്ക്കോ, ഞാൻ നിന്നോട് സംസാരിച്ചാളാന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, എനിക്ക് മനസ്സിലായെന്നൊക്കെ മനുവിനോട് പറയണം. കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിക്കാനുള്ളതൊക്കെ കൊണ്ടുവന്ന് അലീനയും ബബിതയും കൂടെ കൊണ്ട് ടേബിളിലേക്ക് വെക്കണം. അപ്പോഴേക്കും അലീന ചോദിച്ചു, അല്ല കൃഷ്ണമോൾ എന്തേ? അവളെ ഞാനൊന്ന് വിളിച്ചായിരുന്നു, അവൾ ഭയങ്കര മടിച്ചായിട്ട് വരുവാ. ഇപ്പം ഞാൻ അടുക്കള കയറുന്നതുകൊണ്ട് അവൾ അടുക്കളയുടെ ഭാഗത്തേക്ക് പോലും വരുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ വിളിച്ചിട്ട് വരാമെന്ന് അലീന പറഞ്ഞു. വേണ്ട, ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ബബിത മുറിയിലേക്ക് വന്നു. മുറിയിലേക്ക് എന്നിട്ട്, ചെന്താടി നിന്നെ വിളിച്ചിട്ട് നിനക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചു.
എന്ത്, നിന്നെ അടുക്കളയുടെ ഭാഗത്തേക്ക് പോലും കാണുന്നില്ലോ? ഓ അതോ, ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞൊരു കൊട്ടു കൊടുക്കുകയാണ്. അപ്പോഴേക്കും കൃഷ്ണമോള് ഇതേ അലീന ചേച്ചി എന്ന് പറഞ്ഞ അലീന അടുത്തേക്ക് ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, കണ്ടില്ലേ ഈ ബബിതേച്ചി എന്ന് പറഞ്ഞുകൊണ്ട്, ഇതേ ബബിതേ ഇവൾക്ക് കൊടുക്കാനുള്ള ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അതെ, നീ പോയി കൈ ഇഴിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ കൃഷ്ണമോള് കൈ ഇടാൻ പോയി കഴിഞ്ഞപ്പോൾ ബബിത കൃഷ്ണമോൾക്കൊട്ട് ഒരു തോണ്ടും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, ഇത് കണ്ടില്ലേ അലീന ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വന്നു. ബബിത പറഞ്ഞു, വെറുതെ എൻ്റെ കൈ ഒന്ന് കൊണ്ടാന്ന് പറഞ്ഞു. വേണ്ട ബബി എന്ന് പറഞ്ഞു. ആ സമയത്താണ് ബാലേന്ദ്രൻ രോഹിത്തും കൂടെ ഇറങ്ങി വരുന്നത്. ബാലേന്ദ്രൻ പറഞ്ഞു, എന്താ ഇവിടെ ഒരു ഒച്ചപ്പാടും വേടോ? അടുത്ത ജില്ലയെ കേൾക്കാലോ. പാവം ഒരു ഹൃദ്രോഗി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയെന്ന് ചോദിച്ചു. ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഇല്ലാതെ ഒരിത്തിരി ആഹാരം കഴിച്ചിട്ട് ഞാനൊന്ന് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം പിന്നെ കൃഷ്ണമോളും ഭവിത ആരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ബാലേന്ദ്രൻ പോയി കൈ കഴുകിയിട്ട് വന്നു. അപ്പോഴേക്കും ഭവിത പറഞ്ഞു, എന്നിട്ട് നീ എല്ലാത്തിനും കാണുമെന്ന് കൃഷ്ണമോളോട് പറഞ്ഞു. വീണ്ടും രണ്ടും കൂടെ ഒച്ചപ്പാട്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്ക് അറ്റാക്ക് വരാതെ ഞാൻ ഈ ആഹാരം ഒന്ന് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ബാലേന്ദ്രൻ ഇരുന്നു. ഭവിതയും അലീനയും കൂടെ ആഹാരമൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ നാളെ ഒരു യാത്ര പോകുകയെന്ന് പറഞ്ഞു. യാത്രയോ? എങ്ങോട്ടാ? കുറച്ച് ദൂരേക്കാ, 2-3 ദിവസം കഴിഞ്ഞിട്ടാ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭവിത ചോദിച്ചു, അല്ല അച്ഛൻ തന്നെയാണോ പോകുന്നേ? ഗോവർദ്ധനും ഉണ്ട്, ഇത്ര ലോങ് പോകണ്ടേ, തനിച്ച് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രോഹിത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ വരട്ടെ അച്ഛാന്ന് ചോദിച്ചു. അതൊരു നല്ല കാര്യമാണെന്ന് കൃഷ്ണമോള് പറഞ്ഞു. വേണ്ട വേണ്ട, എൻ്റെ കാര്യത്തിൽ ഇപ്പം എല്ലാവർക്കും എത്രമാത്രം തീരുമാനമെന്ന് നോക്കി, തൽക്കാലത്തേക്ക് ഞാനും ഗോവർദ്ധനും കൂടെ പോയിക്കൊള്ളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, അച്ഛൻ്റെ കാര്യത്തിൽ ഇപ്പം തീരുമാനം എടുക്കാൻ ഞങ്ങളെല്ലാവരും ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞു. അതെന്താണെങ്കിലും നല്ല കാര്യമാണെന്ന് പറഞ്ഞു. ആ സമയത്ത് അലീന പറഞ്ഞു, അച്ഛാ എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? അതെ, അച്ഛൻ പോകുന്ന സമയത്ത് ഞങ്ങൾ രേവതിക്കുട്ടിയുടെ അടുത്ത് പൊക്കോട്ടെ എന്ന് ചോദിച്ചു. രേവതിക്കുട്ടിയുടെ അടുത്തോ? ഇപ്പം എന്താ പ്രത്യേകിച്ച് വിശേഷം? അല്ല, എനിക്ക് വയ്യാതെ കിടന്ന സമയത്ത് അവൾക്ക് ഇങ്ങോട്ടേക്ക് വരണമെന്നുണ്ടായിരുന്നു, ഞാനാ വരണ്ടെന്ന് പറഞ്ഞേ. പക്ഷേ ഇപ്പം അച്ഛനും കൂടി ഇല്ലല്ലോ, അപ്പം ഞാൻ പോയിക്കോട്ടെ എന്ന്. ഓ, തനിച്ചുള്ളതുകൊണ്ടാണോ? ഒരു കാര്യം ചെയ്യാം, സുലോചനയുടെ ഇങ്ങോട്ടേക്ക് വരാൻ പറയാം, സുലോചന ഇവിടെ വന്ന് നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അലീന പറഞ്ഞു, അത് വേണ്ടച്ചാന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ സുലോചന ആൻറ്റിക്ക് അവിടെ തനിച്ചിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് കൃഷ്ണമോള് പറഞ്ഞു. ഓഹോ, നീ ആള് കൊള്ളാലോ, അങ്ങനെ അവൾക്ക് അവിടെ തനിച്ചിരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. എടി ഭവിതേ, ഇവളോട് സംസാരിക്കുന്നത് സൂക്ഷിച്ച് സംസാരിക്കണം, കണ്ടില്ലേ അവളുടെ നാക്കെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അച്ഛാ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞില്ല, ഞങ്ങൾ പോയിക്കോട്ടേന്ന്. എന്താ ഇപ്പം പ്രത്യേകിച്ച് പെട്ടെന്ന് അങ്ങോട്ട് പോകാനായിട്ട്? അതിൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് ഇത്തിരി ഒരു സ്വാതന്ത്ര്യം തന്നോർത്തുണ്ട്, നമ്മളത് മിസ്യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? രേവതിക്കുട്ടിയെ അവർ സ്നേഹിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്കിലേക്ക് നമ്മൾ പോയി കയറേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അത് അവൾക്ക് ബുദ്ധിമുട്ടാകത്തില്ലേ? അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാൻ രേവതിക്കുട്ടിയോട് വിളിച്ചു ചോദിച്ചിട്ട് ബെസ്റ്റ്, അവളോട് വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവളങ്ങോട്ട് ചെല്ലാനല്ലേ പറയത്തുള്ളൂ. അല്ല, ഞാൻ അങ്കിളിനോടും ആൻറ്റിയോടും കൂടെ. എടി, അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അവർ വരണ്ടാന്ന് പറയോ? ഒരിക്കലും ഇല്ല, നീ ചെല്ലുന്ന അവർക്ക് സന്തോഷമാണെന്ന് അവർ പറയത്തുള്ളൂ, പക്ഷെ നമ്മളങ്ങനെ പോകാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അല്ലാച്ചാ അത് പിന്നെ ഞാൻ അവർക്ക് അതെ വെറുതെ എന്തിനാ നമ്മളങ്ങോട്ടേക്ക് പോകുന്നത്, തൽക്കാലത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭവിത പറഞ്ഞു, ഇതെന്ത് വർത്താനം അച്ഛാ പറയണേ? രോഹിത്തേണ്ട ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പം അവർ സഹായിക്കാൻ ഓടി വന്നില്ലേ? അലീന ചേച്ചി പോലീസ് സ്റ്റേഷനിൽ കിടന്ന സമയത്തും അവർ ഓടി വന്നില്ലേ സഹായിക്കാനായിട്ട്? അപ്പം പിന്നെ നമ്മൾ പോയതുകൊണ്ട് എന്താ പ്രശ്നം? രോഹിത്തും കൃഷ്ണമോളും ഒക്കെ എന്നെ അതിനെ പിന്താങ്ങുവാണ്. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ബാല്യനാഥൻ പറഞ്ഞു, ഓഹോ, അപ്പം നിങ്ങളെല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തോ അങ്ങോട്ടേക്ക് പോകാനായിട്ട്? അതെ, ഞങ്ങൾ പോകാൻ തീരുമാനം എടുത്തെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ, നിങ്ങൾ അങ്ങ് തീരുമാനം എടുത്തല്ലോ. അലീന പറഞ്ഞു, വേണ്ടച്ച, അച്ഛന് സമ്മതമല്ലേ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭവിത പറഞ്ഞു, ഞങ്ങൾക്ക് പോകണം എന്നുള്ളവരൊക്കെ കൈവെക്കാൻ പറഞ്ഞു. ഭവിതയും കൃഷ്ണമോളും രോഹിത്തും കൈപൊക്കി, അലീന മാത്രം കൈ പൊക്കാതിരിക്കുകയാണ്. ഇനി നീയായിട്ട് എന്തിനാ പൊക്കാതിരിക്കുന്നത്? കൈ പൊക്കാൻ പറഞ്ഞു. അങ്ങനെ അലീനയുടെ കൈയും കൂടെ പൊക്കി പിടിച്ചു. ശരി, എങ്കിൽ നിങ്ങൾ പോയിട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ ബാലേന്ദ്രൻ അവർക്ക് പോകാനുള്ള അനുമതി കൊടുക്കുകയും ചെയ്തു. ഇതേ സമയത്ത് കൊല്ലപ്പള്ളി വീട്ടിൽ വൈജയന്തി ആഹാരം കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് നോക്കിക്കഴിഞ്ഞപ്പം ഡൈനിങ് ടേബിളിലൊന്നും കാണുന്നില്ല, കാസറോളൊക്കെ കാലിയായിരുന്നു. അപ്പോഴാണ് മനു അങ്ങോട്ടേക്ക് വരുന്നത്. നീ ഇതെങ്ങോട്ട് പോന്നു? ഞാൻ പുറത്ത് പോന്നു. അല്ല, നീ ആഹാരം കഴിക്കുന്നില്ലേ?
കഴിച്ചിട്ട് വേണം പോകാൻ. അതിനിവിടെ ഒന്നും കാണുന്നില്ലല്ലോ. കാണുന്നില്ലേ? എങ്കിൽ പിന്നെ അടുക്കളയിലായിരിക്കും ഓർത്ത് അവിടെ പോയി നോക്കി. അവിടെയൊന്നും കണ്ടില്ല. അടുക്കളയിലൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അത് ചിലപ്പോൾ ഫ്രിഡ്ജിനകത്ത് എന്തെങ്കിലും കാണുമായിരിക്കും. എടുത്ത് ചൂടാക്കാനായിട്ടായിരിക്കും അമ്മയുടെ ഉദ്ദേശം. അമ്മയൊന്നും വിളിച്ച് കമലയെ വിളിക്കുകയാണ്. പക്ഷെ കമല ഇറങ്ങി വന്നില്ല. അല്ല, കമലയെടുത്ത് എന്തിയേ? ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. രാവിലെ ഞാനൊരു ചായ കുടിച്ചോളൂന്ന് മാത്രം മനുവും പറഞ്ഞു. അല്ല, അവൻ ശിവേട്ടനെ കണ്ടില്ലല്ലോ. അച്ഛൻ കോട്ടയത്തിന് പോകുന്നു പറഞ്ഞായിരുന്നു. കോട്ടയത്തോ? അതെന്തിനാ? അവിടെ എന്തോ ആവശ്യത്തിനുണ്ടെന്ന്. ഓ, അതറിയുമായിരുന്നു. ഞാനും കൂടെ പോകുമായിരുന്നല്ലോ കോട്ടയത്തിന്. അല്ല, ആൻറ്റി എന്തിനാ കോട്ടയത്തിന് പോകുന്നേ? അതെ, അവിടെ ഒരു നല്ല ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറാനാ. മാസം 2 എന്തേലും ഒരു നല്ലൊരു ഡ്രസ്സ് എടുത്തിട്ടേ. അതിന് ആൻറ്റി അവിടം വരെ പോകേണ്ട കാര്യമുണ്ടോ? സ്വന്തം ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടല്ലോ. അതോ? അതിപ്പോൾ അലീനയുടെ അല്ലേ? അവളുടെ അനുമതി വേണ്ടേ? എന്തിനാ ആൻറ്റി ഇല്ലാവചനം പറയണേ? അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ ഉണ്ടോന്നോ? അവിടെ കുറേ ഡ്രസ്സ് കൊണ്ടേ വെച്ചിട്ടുണ്ട്. ബാംഗ്ലൂരും അതുപോലെ ചെന്നൈയിലൊക്കെ ഔട്ട് ഓഫ് ഫാഷനായ കുറേ ലോഡ് കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ആർക്ക് വേണോ അതൊക്കെ? അല്ലേലും എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞു. മനു പറഞ്ഞു, വെറുതെ ഇല്ല എഴുതാപ്പുറം വായിക്കരുത് ആൻറ്റി. അങ്ങനത്തെ ഒന്നും അല്ല. അങ്കിൾ എന്താണെങ്കിലും ഫാഷൻ മാറുന്നതനുസരിച്ച് ഓരോ പുതിയ പുതിയ മോഡലാണ് കൊണ്ടുവരുന്നത്. അത് ആൻറ്റിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ആൻറ്റി വെറുതെ എന്തിനും ഇങ്ങനെയൊക്കെ പറയണേ? അത് കേട്ടപ്പം വൈജയന്തി പറഞ്ഞു, ഓ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, എനിക്ക് വിശക്കുന്നുണ്ട്. ഞാനേ കമലേശനെന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കമലയടുത്തിന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോദി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.